വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ഇന്നത്തെ റെസിപ്പി ഒരു ഒറ്റ മാവ് കൊണ്ട് 2 തരത്തിലുള്ള പലഹാരമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു അരിപ്പൂരിയും അതിൻ്റെ ഒപ്പം തന്നെ ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത്. രണ്ടിനും കൂടിയിട്ട് ഒറ്റ മാവാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് വേഗം റെസിപ്പി കണ്ടിട്ട് വരാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യണേ. അപ്പോൾ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ 2.5 കപ്പ് വറുത്ത് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പച്ചവെള്ളവും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാളും ഒരിത്തിരി ലൂസായിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ അരിപ്പൊടി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പുഴുങ്ങലരി ഉണ്ടല്ലോ, പുഴുങ്ങലരിയും പച്ചരിയും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ്, അതായത് 2 ഈക്വലായിട്ട് എടുത്തിട്ടാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് അവിടെ നിന്ന് തന്നെ വറുത്തെടുക്കുന്നത്. ഇതേ പൊടി തന്നെയാണ് ഞാൻ പുട്ടിന് ഉപയോഗിക്കുന്നത്. അതേപോലെ പത്തിരി, അട, അപ്പം എല്ലാത്തിനും ഈ ഒരൊറ്റ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വറുത്ത് പൊടിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പത്തിരിക്കും അല്ലെങ്കിൽ ഒറോട്ടിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കാറ്. ഇത് ഞാൻ ചൂടുവെള്ളത്തിലൊന്നും കുഴയ്ക്കുന്നില്ല. അരിപ്പൊടി എടുത്ത് ഉപ്പിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലോണം കുഴച്ചെടുത്ത് മാവ് നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ടോ, നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒറോട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കാം. ഈ പ്ലാസ്റ്റിക് ഷീറ്റിക്ക് നമ്മൾ ഒരു ചെറിയ ഉരുള എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഈ കൈപ്പത്തിയുടെ അടിഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ മാവ് തന്നെ നമുക്ക് ഞങ്ങളുടെ വട്ടെന്നാണ് പറയുന്നത്. ഈ പൊരിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതിൽ പൊരിക്കാത്ത രീതിയിലുള്ള ഇതും ഇതിനകത്ത് ഉണ്ടാക്കാം. അപ്പം അതിനെ നമ്മൾ സെപ്പറേറ്റ് വേറൊരു അച്ച് പോലെ ഉണ്ട്, അതിനകത്ത് ഫില്ല് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കാറുള്ളത്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഒറോട്ടിയും അതേപോലെ അരിപ്പൂരിയുമാണ് ഉണ്ടാക്കുന്നത്. പൊരിച്ച പത്തിരിയല്ല, പൊരിച്ച പത്തിരി ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കൈ കൊണ്ട് പരത്തിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കയ്യിൽ വെച്ചിട്ട്, അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് പൊന്തി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അരിപ്പൊരി ഉണ്ടാക്കുന്നതും ഇതേപോലെ തന്നെയാണ്. ഇതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് ഇതേപോലെ കൈകൊണ്ട് പരത്തിയെടുക്കുക. കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് കൈകൊണ്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇത് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പൂരി വറുത്തെടുക്കുന്ന പോലെ. മറ്റേത് നമ്മൾ ഗോതമ്പ് കൊണ്ട് കുഴച്ചിട്ട് പരത്തിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കും. ഇത് നമ്മൾ അരിപ്പൊടിയിൽ കുഴച്ചിട്ട് എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് നല്ലോണം മുക്കി വറുത്തെടുക്കും. അപ്പോൾ ഇട്ട് ഉടനെ തന്നെ നല്ല തിളച്ച എണ്ണയാണെങ്കിൽ ഇട്ട് ഒരു 5-6 സെക്കൻഡിൽ അത് പൊന്തി വരുന്നതായിട്ട് കാണാം നമുക്ക്. അത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ മറിച്ചിട്ടിട്ട് നല്ലോണം ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ മൊരിച്ചെടുക്കണം. ഇപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇത് കണ്ടോ, നല്ലോണം പൊന്തി വന്ന് ബ്രൗൺ കളറായിട്ടും വന്നിട്ടുണ്ട്. പൊരിച്ച പത്തിരിയാണെങ്കിൽ നമ്മൾ ഇത്തിരി കട്ടിയിലെടുത്തിട്ട് ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കും. അങ്ങനെയാണ് പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ നൈസായിട്ട് പരത്തിയിട്ട് പൂരി പോലെ പൊരിച്ചെടുക്കുന്ന. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, വെറുതെ സ്നാക്കായിട്ടും കഴിക്കാനായിട്ട് ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ മുട്ടക്കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. ഞാനിവിടെ മുട്ടക്കറിയുടെ കൂടെയാണ് കോമ്പിനേഷനായിട്ട് വെച്ചിരിക്കുന്നത്. ഈ മുട്ടക്കറിയുടെ റെസിപ്പി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒരേ മാവ് കൊണ്ട് തന്നെ 2 വിധത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്ക് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കണേ. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.